ഹായ് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ യൂട്ടൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മൾ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഫ്ലവർ ഡെക്കറേഷൻസ് ആണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പെരുന്നാൾ സീസണൊക്കെ കഴിഞ്ഞു, സമ്മർ വെക്കേഷൻ വരാറായി. അപ്പോൾ കുറേ പേരൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു സിമ്പിളായിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് കാണിക്കാമോ എന്ന്. തീർച്ചയായും നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ചെയ്യാതിരിക്കില്ലല്ലോ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ പ്രചോദനം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അപ്പോൾ ഞങ്ങൾ മനോഹരമായ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളോടുള്ള ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടുകയാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ കാണിക്കുന്നത് വളരെ ഭംഗിയുള്ള കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള കുറച്ച് പൂക്കളാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സാധനങ്ങളെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ക്രേപ്പ് പേപ്പറാണ്. റെഡ് കളറിലുള്ള ക്രേപ്പ് പേപ്പറാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് ചൂസ് ചെയ്തോളൂ. ഈ ക്രേപ്പ് പേപ്പറിൻ്റെ മുകളിൽ നമ്മൾ ഒരു റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ലിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ് ഉപയോഗിച്ചിട്ട് റൗണ്ട് വരച്ചെടുക്കുക. അതിന് താഴെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നൂൽക്കമ്പി ഉപയോഗിക്കുന്നത്. ഈ നൂൽക്കമ്പിമേ നമ്മൾ ഒരു ഗ്രീൻ കളർ ചൈന പേപ്പർ ചുറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ആ പൂവിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തെർമോക്കോൾ ബോൾസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഗമ്മും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസേഴ്സും ആണ് നമുക്ക് ആവശ്യം വരുന്നത്.